ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 8, 9 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഉടൻ തന്നെ വരാൻ പോകുന്ന കേരള PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു ക്ലാസ് വരുന്നത് ഫുൾ വീഡിയോ റെക്കോർഡ് കോഴ്സായിട്ടാണ് വരുന്നത്. അവയുടെ സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ ടോപ്പിക് വൈസ് എക്സാമും മോഡൽ എക്സാമും എല്ലാം ഉൾപ്പെടെയാണ് ആശാൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ പ്രത്യേകം ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല മോക്ക് ടെസ്റ്റും അതേപോലെ മന്ത്ലി കറണ്ട് അഫയേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ആശാൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള പേപ്പർ 2 വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 850 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ 800 രൂപയ്ക്ക് ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. അടുത്ത തന്നെ വരാൻ പോകുന്ന കേരള PSCയുടെ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് LDC 10th +2 ഡിഗ്രി ബാച്ചുകൾ അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ ബാച്ച് കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2025 സെപ്റ്റംബറിൽ നാസയിൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ്. ഓർത്തുവെക്കാം, അമിത് ക്ഷത്രിയയാണ്. ആരാണ്? അമിത് ക്ഷത്രിയയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. ഏതാണെന്ന് ഓർത്തുവെക്കുക, നാസ. നാസ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ്, US-ന്റെ സ്പേസ് ഏജൻസിയാണ് നാസ. അപ്പോൾ നാസയിലേക്കാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ളത്. നാസയിൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് അദ്ദേഹം എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. അദ്ദേഹം എന്താ ഒരു ഇന്ത്യൻ വംശജനാണ്, ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ്. ആരാണ്? അമിത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു നിയമനം വന്നത്. നാസയിൽ എന്താണ് US-ന്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയിൽ എന്താണ് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്യുക. അമിത് ക്ഷത്രിയയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. ഇനി മറ്റൊരു അപ്പോയിന്റ്മെന്റ് കൂടി നമുക്ക് നോക്കാം. 2025 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഡേവിഡ് ലാമിയാണ്. ആരാണ്? ഡേവിഡ് ലാമിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണെന്ന് ഓർത്തു വെക്കുക, 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് വന്നത്. ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായിട്ടാണ് നിയമിതനായത്. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം ഇതെന്താ ന്യൂസുകളിലൊക്കെ വന്നിട്ടുള്ള വളരെ വിവാദമായ ഒരു കാര്യമായിരുന്നു. എന്താണെന്ന് ഓർത്തു വെക്കുക, നേരത്തെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി രാജിവെച്ചതിനെ തുടർന്നാണ് ആരാണ് ഡേവിഡ് ലാമി ഒരു പോസ്റ്റിലേക്ക് നിയമിതനാകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ്? അത് ആഞ്ചല റെയ്നർ ആണ്. അതായത് ഇതിനു മുമ്പ്, അതായത് ഡേവിഡ് ലാമിക്ക് മുമ്പ് ഉപപ്രധാനമന്ത്രി ആയിട്ടിരുന്നത് ആരാണ്? ആഞ്ചല റെയ്നർ ആണ്. അദ്ദേഹം എന്താണ് നികുതി വിവാദത്തെ തുടർന്ന് രാജിവെക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായിട്ട് ആര് നിയമിതനാവുന്നത്? ഡേവിഡ് ലാമി ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു ഇഷ്യൂ ഈ ഒരു നിയമനം നടന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഇനി ഒരു പരിശോധനാ സംവിധാനമാണ്, ഒരു വൈറസ് പരിശോധനാ സംവിധാനവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. മൃഗങ്ങളിലും അതേപോലെ മനുഷ്യരിലും നിപ്പ വൈറസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ കുറേ പോയിന്റുകൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മൃഗങ്ങളിലും അതേപോലെ ഈ ഒരു മനുഷ്യരിലും നിപ്പ വൈറസ് ബാധ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന സ്യൂഡോ വൈറസ്. ഓർത്തു വെക്കുക, സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെന്നാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, തോന്നയ്ക്കലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്നുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു പരിശോധനാ സംവിധാനം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പരിശോധനാ സംവിധാനമാണ്? നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. മൃഗങ്ങളിലും അതേപോലെ മനുഷ്യരിലും പ്രായോഗികമായിട്ടുള്ളതാണ്. അപ്പോൾ നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന ഈ ഒരു സംവിധാനം സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ഓർത്തു വെക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, തോന്നയ്ക്കലാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് കേരളത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ്. ടാക്സ് ഇന്ത്യ ഓൺലൈനിന്റെ നാഷണൽ ടാക്സേഷൻ അവാർഡ് 2025 എന്താ അവാർഡാണെന്ന് ഓർത്തു വെക്കുക. ഏത് വിഭാഗത്തിലാണ്? റിഫോമിറ്റ്സ് സ്റ്റേറ്റ് വിഭാഗത്തിൽ വെള്ളി നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓർത്തു വെക്കുക, ഏത് സംസ്ഥാനത്തിനാണ് ലഭിച്ചിരിക്കുന്നത്? കേരളത്തിനാണ്. ഈ ഒരു അവാർഡ്? നാഷണൽ ടാക്സേഷൻ അവാർഡ് 2025 ആണ്. ഇതിൽ റിഫോമിറ്റ് സ്റ്റേറ്റ് വിഭാഗത്തിലാണ്, വെള്ളിയാണ് കേരളം നേടിയിരിക്കുന്നത്. അപ്പോൾ
നമ്മൾ പറഞ്ഞു നാഷണൽ ടാക്സേഷൻ അവാർഡ് ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. എന്താണ് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും, ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അംഗീകാരത്തിനായിരിക്കും കേരളത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതെ, അത് തന്നെയാണ് കാരണം. നികുതിദായക സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചതിനും അതേപോലെ നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മികച്ച പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് കേരളത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ബുക്കിന്റെ പേര് ഇതാണ്, കീളുവാരങ്ങൾ. എന്താണ് കീളുവാരങ്ങൾ എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് നമുക്ക് പഠിച്ചു വെക്കാം. മനീഷ് മുഴക്കുന്നാണ്. ആരാണ്? മനീഷ് മുഴക്കുന്നാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. എന്താണ് ബുക്കിന്റെ പേര്? കീളുവാരങ്ങൾ എന്നാണ്. എന്താണ് കീളുവാരങ്ങൾ എന്നുള്ള ബുക്ക് എഴുതിയത്, രചിച്ചത് ആരാണ്? മനീഷ് മുഴക്കുന്നാണ്. ആരാണ്? മനീഷ് മുഴക്കുന്നാണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് എന്താണ്, തീമായിട്ട് വരുന്നത് ഗോത്ര വിഭാഗക്കാരാണ്, ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. എന്താണ് കീളുവാരങ്ങൾ എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക, മനീഷ് മുഴക്കുന്നാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 80 വർഷങ്ങൾക്ക് മുമ്പ് നാസികൾ കവർന്ന ഗ്യൂസപ്പെ ഗിസ്ലാൻഡിയുടെ ചിത്രം അടുത്തിടെ കണ്ടെത്തപ്പെട്ടത് ഏത് രാജ്യത്തു നിന്നാണ്? അപ്പോൾ ഓർത്തു വെക്കാം, അർജന്റീനയിൽ നിന്നുമാണ് ഈ ഒരു ചിത്രം കണ്ടെത്തപ്പെട്ടത്. അപ്പോൾ ആരാണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്? ഗ്യൂസപ്പെ ഗിസ്ലാൻഡിയാണ്. അപ്പോൾ അദ്ദേഹം വരച്ച ഒരു ചിത്രമായിരുന്നു ഇത്. അപ്പോൾ 80 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിൽ നാസികൾ കവർന്നു കൊണ്ടുപോയ ചിത്രമായിരുന്നു ഇത്. അടുത്തിടെ അർജന്റീനയിൽ നിന്നും ഈ ഒരു ചിത്രം കണ്ടെത്തിയിരിക്കുകയാണ്. അർജന്റീനയിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയ ഈ ഒരു ചിത്രം തിരിച്ചു നൽകാനായിട്ട് പോവുകയാണ്. നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ മതിപ്പ് വില വരുന്നത് $50,000 ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിത്രം വരച്ചത് ആരാണെന്ന് ഓർത്തു വെക്കുക, ഗ്യൂസപ്പെ ഗിസ്ലാൻഡിയുടെ ചിത്രമാണിത്. 80 വർഷങ്ങൾക്ക് മുമ്പ് നാസികൾ കവർന്നു കൊണ്ടുപോയ ഈ ഒരു ചിത്രം അർജന്റീനയിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആരെന്നാണ്? ഓർത്തു വെക്കുക, ഷിഗേരു ഇഷിബയാണ്. ആരാണ്? ഷിഗേരു ഇഷിബ. അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. എന്നാണെന്ന് ഓർത്തു വെക്കുക, 2025 സെപ്റ്റംബറിലാണ്. ഏത് രാജ്യത്തിൻ്റെയാണ്? ജപ്പാനിൻ്റെയാണ്. ജപ്പാനിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിഗേരു ഇഷിബ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. തൻ്റെ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അടുത്തത് മറ്റൊരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 സെപ്റ്റംബറിൽ ഫ്രാൻസ് പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ്? ഓർത്തു വെക്കുക, സെബാസ്റ്റ്യൻ ലെക്കോർണു ആണ്. ആരാണ്? സെബാസ്റ്റ്യൻ ലെക്കോർണു ആണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ്. ഏത് രാജ്യത്തിൻ്റെയാണ്? ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായിരിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിൽ പുതിയ പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രി ആരാണ്? ഫ്രാങ്കോയിസ് ബെയ്റു ആണ്. ആരാണ്? ഫ്രാങ്കോയിസ് ബെയ്റു ആണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ആയിരുന്നത് ഇദ്ദേഹത്തിന് മുമ്പ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിന്നും അവിശ്വാസ വോട്ടെടുപ്പിലൂടെ നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ആരാണ്? ഇതിനു മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ഫ്രാങ്കോയിസ് ബെയ്റു അവിശ്വാസ വോട്ടെടുപ്പിലൂടെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ആര് വരുന്നത്? സെബാസ്റ്റ്യൻ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനാവുന്നത്. 2025 ഈ ഒരു നിയമനം നടന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും നേരിട്ട് കണ്ടിരുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അപ്പോൾ 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണം ഏതായിരുന്നു എന്നാണ്? രക്തചന്ദ്രഗ്രഹണമാണ് നടന്നത്. ബ്ലഡ് മൂൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലഡ് മൂൺ ആണ് നമ്മൾ കണ്ടത്. 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണം എങ്ങനെയുള്ളതായിരുന്നു? അതൊരു രക്തചന്ദ്രഗ്രഹണമായിരുന്നു. അപ്പോൾ ഏതൊക്കെ ദിവസമാണ്? ഏകദേശം 2025 സെപ്റ്റംബർ 7-8 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ഒരു ചന്ദ്രഗ്രഹണം കാണാനായിട്ട് സാധ്യമായിരുന്നത്. അപ്പോൾ 2025 സെപ്റ്റംബറിൽ നടന്ന ഈ ഒരു ചന്ദ്രഗ്രഹണം എന്തായിരുന്നു? രക്തചന്ദ്രഗ്രഹണമായിരുന്നു എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തത് ഒരു തുമ്പിവർഗവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു കാട്ടുചോല തുമ്പിവർഗമാണ്. സാധാരണയായിട്ട് ഈ ഒരു തുമ്പിവർഗത്തെ അധികം കാണാറില്ല. കുറേ നാളായിട്ട് വളരെ വിരളമായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു തുമ്പിവർഗമായിരുന്നു ഇത്. അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഈ ഒരു തുമ്പിവർഗത്തെ കാണാനിടയുണ്ടായി. അപ്പോൾ ഏതാണ് ഈ തുമ്പിവർഗം എന്ന് ഓർത്തു വെക്കുക, ക്രോക്കോതെമിസ്. ക്രോക്കോതെമിസ് എറിത്രിയ എന്നുള്ള തുമ്പിവർഗമാണ്. പേരെന്ന് നോട്ട് ചെയ്ത് പഠിക്കുക, ക്രോക്കോതെമിസ്. ക്രോക്കോതെമിസ് എറിത്രിയ എന്നുള്ള കാട്ടുചോല തുമ്പിവർഗമാണ്. സാധാരണയായിട്ട് ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയാണ് കാണാറുള്ളത്. കേരളത്തിലാണെങ്കിൽ ചിന്നാറ്, പാമ്പാടും ചോല, അതേപോലെ ആനമുടി ചോല, വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അവിടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഈ ഒരു തുമ്പികളെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു കാട്ടുചോല തുമ്പിവർഗം ഏതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ, ക്രോക്കോതെമിസ് എറിത്രിയ എന്നുള്ള തുമ്പിവർഗമാണ്.
അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റഷ്യ ഒരു വാക്സിൻ വികസിപ്പിച്ചിരുന്നു. ഒരു വാക്സിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു വാക്സിൻ. ആ വാക്സിൻ എന്താണ് എൻഡറോമിക്സ്. എന്താണ് എൻഡറോമിക്സ് വാക്സിൻ ആണ്. അപ്പോൾ എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന വാക്സിൻ ആണ്. അപ്പോൾ ഈ ഒരു വാക്സിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് ആദ്യഘട്ട പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. റഷ്യയാണ് ഈ ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു വാക്സിനാണ്. എൻഡറോമിക്സ് വാക്സിനാണ്. വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. US ഓപ്പൺ 2025 ആണ്. എന്താണ് US ഓപ്പൺ 2025 ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്ന കാറ്റഗറി പുരുഷ സിംഗിൾസ് ആണ്. അപ്പോൾ US ഓപ്പൺ 2025 പുരുഷ സിംഗിൾസിൽ ജേതാവായത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻ രാജ്യക്കാരനായ കാർലോസ് അൽക്കാരസ് ആണ് പുരുഷ സിംഗിൾസിൽ എന്താണ് കിരീടം നേടിയിരിക്കുന്നത്. ഇനി ഈ ഒരു വിഭാഗത്തിൽ തന്നെ റണ്ണറപ്പ് ആയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ജനിക് സിന്നർ ആണ്. ആരാണ്? ജനിക് സിന്നർ ആണ് എന്താണ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. റണ്ണറപ്പ് ആയിരിക്കുന്നത് ആരാണ്? ജനിക് സിന്നർ ആണ്. രാജ്യം നമുക്കറിയാം ഇറ്റലിയാണ്. ഇറ്റലിക്കാരനാണ് ആരാണ്? ജനിക് സിന്നർ. അപ്പോൾ എന്താണ് കാർലോസ് അൽക്കാരസ് ആണ് പുരുഷ സിംഗിൾസ് നേടിയത്. റണ്ണറപ്പ് ആയത് ആരാണ്? ജനിക് സിന്നർ ആണ്. ഇനി വനിതാ സിംഗിൾസ് നേടിയിരിക്കുന്നത് ആരാണ്? ആരേന സബലങ്കയാണ്. ആരാണ്? ആരേന സബലങ്കയാണ് എന്താണ് വനിതാ സിംഗിൾസ് നേടിയിരിക്കുന്നത്. ഈ ഒരു വിഭാഗത്തിൽ റണ്ണറപ്പ് ആയിരിക്കുന്നത് അമാൻഡ അനിസിമോവയാണ്. ഇനി ആരേന സബലങ്ക രാജ്യം ഏതാണെന്ന് നമുക്കറിയാം ബെലാറസ് ആണ്. അതേപോലെ അമാൻഡയുടെ ഏതാണ്? US ആണ്. US ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ വനിതാ സിംഗിൾസ് നേടിയിരിക്കുന്നത് ആരാണ്? അതിൽ വിജയിയായിരിക്കുന്നത് ആരേന സബലങ്കയാണ്. അതിൽ റണ്ണറപ്പ് ആയിരിക്കുന്നത് അമാൻഡ അനിസിമോവയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് പുരുഷ ഡബിൾസ് ആണ്. പുരുഷ ഡബിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ആരൊക്കെ ചേർന്നാണെന്ന് നമുക്ക് നോക്കാം. മാർസൽ ഗ്രാനോലസും അതേപോലെ ഹൊറാസിയോ സെബല്ലോസും ചേർന്നിട്ടാണ് ഈ ഒരു വിഭാഗത്തിൽ ജേതാക്കളായിരിക്കുന്നത്. എന്നാണ് പുരുഷ ഡബിൾസ് ആണ്. ആരൊക്കെയാണ്? മാർസൽ ഗ്രാനോലസും അതേപോലെ ഹൊറാസിയോ സെബല്ലോസും ചേർന്നിട്ടാണ് ജേതാക്കളായിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് വനിതാ ഡബിൾസ് ആണ്. വനിതാ ഡബിൾസിൽ ജേതാക്കളായിരിക്കുന്നത് ഗാബ്രിയേല ഡാബ്രോസ്കിയും അതേപോലെ തന്നെ എറിൻ റൂട്ട് ലൈഫും ചേർന്നിട്ടാണ് എന്താണ് വനിതാ ഡബിൾസ് നേടിയിരിക്കുന്നത്. ഇനി മിക്സഡ് ഡബിൾസ് നേടിയിരിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? സാറ ഇറാനിയും അതേപോലെ ആൻഡ്രിയ വാവാസോറിയും ചേർന്നിട്ടാണെന്നാണ് മിക്സഡ് ഡബിൾസിൽ ജേതാവായിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് പുരുഷ സിംഗിൾസ് ആണ്. അത് ജേതാവായിരിക്കുന്നത് കാർലോസ് അൽക്കാരസ് ആണ്. വനിതാ സിംഗിൾസ് നേടിയിരിക്കുന്നത് ആരേന സബലങ്കയാണ്. അത് രണ്ടും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതേപോലെ ബാക്കിയുള്ള പുരുഷ ഡബിൾസും വനിതാ ഡബിൾസും മിക്സഡ് ഡബിൾസും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു ഇന്ത്യൻ താരത്തിന്റെ നേട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേൾഡ് യൂത്ത് സ്ക്രാമ്പിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ്? മാധവ് ഗോപാൽ കാമത്ത് ആണ്. ആരാണ്? മാധവ് ഗോപാൽ കാമത്ത് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? വേൾഡ് യൂത്ത് സ്ക്രാമ്പിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ 2025 എന്താണ് മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്നിട്ടുള്ള വേൾഡ് യൂത്ത് സ്ക്രാമ്പിൾ ചാമ്പ്യൻഷിപ്പിലാണ് മാധവ് ഗോപാൽ കാമത്ത് ഈ ഒരു കിരീട നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായിരിക്കുകയാണ് മാധവ് ഗോപാൽ കാമത്ത്. അടുത്ത നമ്മൾ നോക്കുന്നത് 2025 ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരെന്നാണ്? മാക്സ് വെസ്റ്റപ്പൻ ആണ്. ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് 2025 ഇറ്റാലിയൻ ഫോർമുല 1 ആണ്. ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സിൽ എന്താണ് അദ്ദേഹം ജേതാവായിരിക്കുകയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക. റൈസ താരമായിട്ടുള്ള മാക്സ് വെസ്റ്റപ്പൻ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഈ ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഗായകൻ ആരെന്നാണ്? റിക് ഡേവിസ് ആണ്. ആരാണ്? റിക് ഡേവിസ് ആണ്. അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർ ട്രാമ്പ് എന്നുള്ള ബാൻഡിന്റെ സഹസ്ഥാപകനും അതേപോലെ തന്നെ ഗായകനുമാണ് ആരാണ്? റിക് ഡേവിസ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. 2025 സെപ്റ്റംബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഉടൻ തന്നെ വരാൻ പോകുന്ന കേരള PSC എക്സാമുകളായ BFO അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർമാൻ, ഫയർവുമൺ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കി. അപ്പോൾ നമുക്ക് ഈ ഒരു 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുള്ളും തന്നെ നേടാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കൂ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 2025 സെപ്റ്റംബറിൽ നാസയിൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ്? അമിത് ക്ഷത്രിയയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2025 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ്? ഡേവിഡ് ലാമിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്താണ് ബ്രിട്ടീഷ് ഉപപ്രധാന
പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു, മനുഷ്യരിലും മൃഗങ്ങളിലും നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന സ്യൂഡോ വൈറസ് സ്യൂഡോ വൈറസ് പരിശോധനാ സംവിധാനം വികസിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തോന്നയ്ക്കിലാണ് ഈ ഒരു സംവിധാനം കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് കേരളം നേടിയ ഒരു അംഗീകാരമായിരുന്നു. ടാക്സ് ഇന്ത്യ ഓൺലൈനിന്റെ നാഷണൽ ടാക്സേഷൻ അവാർഡ് 2025 റിഫോമിഡ് സ്റ്റേറ്റ് വിഭാഗത്തിൽ വെള്ളി നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ശേഷം നമ്മൾ നോക്കിയത് ഒരു ബുക്കായിരുന്നു, കീളുവാരങ്ങൾ എന്നുള്ള ബുക്ക്. അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ്? മനീഷ് മുഴക്കുന്നാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 80 വർഷങ്ങൾക്ക് മുമ്പ് നാസികൾ കവർന്ന ഗുസപ്പെ ഗിസ്ലാൻഡിയുടെ ചിത്രം കണ്ടെത്തപ്പെട്ട രാജ്യം ഏതെന്നാണ്. അർജന്റീനയിൽ നിന്നുമാണ് ഈ ഒരു ചിത്രം അടുത്തിടെ കണ്ടെത്തിയത്. ശേഷം നമ്മൾ നോക്കിയത് 2025 സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക, ഷിഗേരു ഇഷിബയാണ്. അദ്ദേഹം ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ആ ഒരു സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 സെപ്റ്റംബറിൽ ഫ്രാൻസ് പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? സെബാസ്റ്റ്യൻ ലെക്കോർണു ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. ഇതിനു മുമ്പ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഫ്രാങ്കോയിസ് ബെയ്റു അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിന്ന്, പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും അവിശ്വാസ വോട്ടെടുപ്പിലൂടെ നീക്കം ചെയ്യപ്പെട്ടതിലൂടെയാണ് പ്രധാനമന്ത്രിയായിട്ട് സെബാസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എപ്പോഴാണ് നിയമനം നടന്നത്? 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2025 സെപ്റ്റംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണം ഏതാണെന്നായിരുന്നു. രക്തചന്ദ്രഗ്രഹണമാണ് നമ്മൾ കണ്ടത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു തുമ്പിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാട്ടുചോര തുമ്പി വർഗം ഏതെന്നാണ്. ക്രൊക്കോതെമേസ് എർത്രിയ എന്നുള്ള തുമ്പി വർഗത്തെയാണ് കണ്ടെത്തപ്പെട്ടത്. ശേഷം നമ്മൾ നോക്കിയത് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതെന്നാണ്. റഷ്യയാണ്. എൻഡറോമിക്സ് എന്നുള്ള ഈ ഒരു വാക്സിൻ വികസിപ്പിച്ച രാജ്യം. ഇതിന്റെ ആദ്യഘട്ട പരീക്ഷണം പൂർത്തിയായിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് US ഓപ്പൺ 2025 ആണ് നമ്മൾ നോക്കിയത്. അതിൽ പുരുഷ സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. വനിതാ സിംഗിൾസ് നേടിയത് ഐറീന സബലങ്കയാണ്. ബാക്കി പോയിന്റുകൾ കൂടി പഠിച്ചു വെക്കുക. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് വേൾഡ് യൂത്ത് സ്ക്രാമ്പിൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ്. മാധവ് ഗോപാൽ കാമത്താണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. 2025 മലേഷ്യയിൽ നടന്ന വേൾഡ് യൂത്ത് സ്ക്രാമ്പിൾ ചാമ്പ്യൻഷിപ്പിലൂടെയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2025 ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരെന്നാണ്. മാക്സ് വെസ്റ്റപ്പനാണ് ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2025 ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗം നമ്മൾ ചർച്ച ചെയ്തു. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഗായകൻ ആരാണ്? റിക് ഡേവിസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി മണിപ്പൂർ, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യരിൽ വെച്ച് പിടിപ്പിച്ചത് ഏത് രാജ്യത്തെന്നാണ്. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ജപ്പാൻ. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2025-26 കാലയളവിലേക്കുള്ള ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? കരുണേഷ് ബജാജ് ആണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. സഹകരണ മേഖലയിലെ ബാങ്ക് ലയനത്തിന്റെ ഭാഗമായി സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായി ലയിക്കുന്ന ബാങ്ക് ഏതെന്നാണ്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. കേരള ബാങ്ക് ആണ് സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കുമായിട്ട് ലയിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.